പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 7.2-ൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദി പോയിൻറ്റ്സ് ഓഫ് ട്രൈസെക്ഷൻ ഓഫ് ദി ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് 4,-1 ആൻഡ് -2, -3. അപ്പോൾ നമ്മൾ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. എങ്ങനെയുള്ള കോർഡിനേറ്റ്സ് ആണ്? കോർഡിനേറ്റ്സ് ഓഫ് ദി പോയിൻറ്റ്സ് ഓഫ് ട്രൈസെക്ഷൻ, അതായത് ഒരു ലൈൻ സെഗ്മെൻറ്റിനെ 3 പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ വരുന്ന പോയിൻറ്റുകളുടെ കോർഡിനേറ്റ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഫിഗർ ഇങ്ങോട്ട് വരച്ച് കാണിക്കാം. ഇതിന് ഞാൻ AB എന്ന് പേര് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഈ 2 പോയിൻറ്റുകളിലെ പോയിൻറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. 4,-1ഉം -2, -3ഉം. ഈ 2 പോയിൻറ്റ്സുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ട്രൈ സെക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ലൈനിനെ 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ 3ഉം ഈക്വൽ ആയതുകൊണ്ട് 1:1:1 എന്നുള്ള റേഷ്യോ ആണ് ഇവിടെ വരുന്നത്. അപ്പം നമുക്ക് ഞാൻ ഈ പോയിൻറ്റിന് P എന്നും ഈ പോയിൻറ്റിന് Q എന്നും പേര് കൊടുക്കുന്നു. ഇവിടെ ഡിവൈഡ് ചെയ്യുന്ന ഈ 2 പോയിൻറ്റുകൾക്ക് P എന്നും Q എന്നും പേര് കൊടുക്കുന്നു. അപ്പോൾ ഈ Pയിലെ കോർഡിനേറ്റ്സും Qവിലെ കോർഡിനേറ്റ്സും ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് Aയും അറിയാം, Bയും അറിയാം. ഡിവൈഡ് ചെയ്യുന്ന പോയിൻറ്റ് P, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ സെക്ഷൻ ഫോർമുല യൂസ് ചെയ്യും. അപ്പോൾ ഈ Pയിലെ പോയിൻറ്റ് കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ റേഷ്യോ എന്താണ്? A തൊട്ട് P വരെ ഒരു പാർട്ടാണ്. P തൊട്ട് B വരെ എത്ര പാർട്സ് ഉണ്ട്? 2 പാർട്സ് ഉണ്ട്. അപ്പോൾ റേഷ്യോ എന്ത് വരും? 1:2 റേഷ്യോ വരും. അപ്പോൾ M1 നമുക്ക് 1 ആയിട്ട് എടുക്കാം, 2വിനെ നമുക്ക് M2 ആയിട്ടും എടുക്കാം. മനസ്സിലായല്ലോ? അപ്പോൾ M1ഉം M2ഉം 1ഉം 2ഉമായിട്ട് വരും. പിന്നെന്താണ്? 4 -x1, -1 y1, -2 x2, -3 y2. ഇങ്ങനെ നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുത്തെഴുതാൻ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ സെക്ഷൻ ഫോർമുല നമുക്ക് ഇങ്ങോട്ട് എഴുതാം. XY = സെക്ഷൻ ഫോർമുല നിങ്ങൾ നന്നായി കാണാതെ പഠിച്ച് വെക്കുക കേട്ടോ. M1x2 + M2x1 / M1 + M2. ഇതാണ് X കോർഡിനേറ്റ്. അടുത്തത് Y കോർഡിനേറ്റ് എന്ത് വരും? ഈ X2ൻ്റെയും X2ൻ്റെ X1ൻ്റെയും പകരം എന്ത് വരും? Y2ഉം Y1ഉം വരും. അപ്പോൾ M1 y2 + M2 y1 / M1 + M2. ഇനി നമ്മൾ ഇവിടേക്ക് നമ്മുടെ ഈ പോയിൻറ്റുകളെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. M1 എന്താണ്? 1. അപ്പോൾ 1 × x2 is -2 + M2 is 2, x1 is 4. നിങ്ങൾ തെറ്റാതെ എടുത്തെഴുതാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. M1ഉം M2 എന്താണ്? 1ഉം 2ഉം. അപ്പോൾ 1 + 2. ഇനി അടുത്തത് M1 is 1, y2 is -3 + M2 is 2, y1 is -1 / 1 + 2 എന്ത് വരും? 1 × -2 is -2, 4 × 2 8 / 3. ഇതെന്ത് വരും? -3, 2 × -1 -2 / 3 എന്ത് വരും? 6/3 and -5/3 = 2, -5/3. അപ്പോൾ നമ്മുടെ കോർഡിനേറ്റ് ഇവിടെ എന്താണ്? P 2, -5/3 ആണ്. ABയെ ഈ Pയിൽ ഡിവൈഡ് ചെയ്യും, P എന്ന പോയിൻ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോർഡിനേറ്റ്. ഇനി അടുത്ത് നമ്മുടെ Q വെച്ചിട്ടുള്ളതാണ്. Qവിലെ കോർഡിനേറ്റ് ആണ് ഇനി നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ കോർഡിനേറ്റ് ഞാൻ ഇങ്ങോട്ട് എഴുതുന്നു. 2, -5/3. ഇനി നമ്മൾ Qവിൻ്റെതാണ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇത് തന്നെയാണ്. ഞാൻ വീണ്ടും ഇക്വേഷൻ ഒന്നുകൂടെ എടുത്തെഴുതുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് Q
എക്സ് കോമ വൈ ആണ് ഇനി നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ ഞാൻ എഴുതുന്നില്ല, ഈ ഇക്വേഷനിലോട്ട് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇനി ക്യൂ വെച്ച് കണ്ടുപിടിക്കുമ്പോൾ നമ്മുടെ റേഷ്യോ എന്ത് വരും? ഈ എ തൊട്ട് ക്യൂ വരെ എത്ര പാർട്സ് ഉണ്ട്? 2 പാർട്സ് ഉണ്ട്. ക്യൂ തൊട്ട് ബി വരെ 1 പാർട്ടുമാണ്. അപ്പം നമ്മുടെ റേഷ്യോ എന്ത് വരും? 2:1 എന്ന് വരും. അപ്പോൾ ഇവിടെ M1 ഉം M2 ചേഞ്ച് ആകും കേട്ടോ. M1 2 ആകും, 1 M2. ആദ്യത്തേതിൽ M1 1 ആയിരുന്നു, ഇവിടെ വന്നപ്പോൾ M1 2 ആയിട്ട് മാറി. റേഷ്യോ തിരിഞ്ഞു വന്നു കേട്ടോ. എന്താണെന്ന് ചോദിച്ചാൽ എ തൊട്ട് ക്യൂ വരെ 2 പാർട്സ് ആണുള്ളത്, ക്യൂ തൊട്ട് ബി വരെ 1 പാർട്ടുമാണുള്ളത്. അപ്പോൾ ക്യൂവിലെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണമെങ്കിൽ റേഷ്യോ ഈസ് 2:1. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. M1 എന്താണ്? M1 ഈസ് 2 ഇൻറ്റു എന്താണ്? x2 ഈസ് -2 ബൈ M1 പ്ലസ് M2 ദാറ്റ് ഈസ് 2 + 1. അടുത്തത് M1 ഈസ് ഇവിടെ പ്ലസ് ബാക്കിയും കൂടെ ഉണ്ട്, പ്ലസ് M2 ഈസ് 1 ഇൻറ്റു x1 ഈസ് 4 കോമ. ഇനി അടുത്തത് M1 ഈസ് 2, y2 ഈസ് -3. അപ്പോൾ 2 ഇൻറ്റു -3 പ്ലസ് അടുത്തത് M2 ഈസ് 1, y1 ഈസ് -1 ഡിവൈഡഡ് ബൈ 2 + 1 is equal to 2 into -2 is -4 + 4 divided by 3 comma -6. 1 into -1 is -1 by 3 is equal to -4 + 4 is 0 by 3 comma -7 by 3. അപ്പോൾ നമ്മുടെ പോയിൻ്റ് എന്ത് വന്നു? Q is equal to Q 0 -7 by 3. അപ്പോൾ Q നമുക്ക് കിട്ടി, കോർഡിനേറ്റ്സ് 0 -7 by 3 ആണ് ക്യൂവിലെ കോർഡിനേറ്റ്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് 2 കോർഡിനേറ്റ്സുകളും പിയും ക്യൂവും രണ്ടിലെയും പോയിന്റുകൾ നമുക്ക് കിട്ടി. സെക്ഷൻ ഫോർമുല യൂസ് ചെയ്താണ് നമ്മൾ എഴുതുന്നത്. റേഷ്യോ നമ്മൾ തന്നെ ഇവിടെ കണ്ടുപിടിക്കണം. ട്രൈ സെക്ഷൻ ആയതുകൊണ്ട് 3 ഈക്വൽ പാർട്ടായിട്ട് എടുക്കും. അപ്പോൾ ഫസ്റ്റിലേത് കണ്ടുപിടിക്കുമ്പോൾ റേഷ്യോ ഈസ് 1:2. സെക്കൻഡ് പോയിന്റിലെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുമ്പോൾ റേഷ്യോ ഈസ് 2:1. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി തേർഡ് ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.